രാജ്യം ഭരിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങൾ പടച്ചവനെ വല്ലാത്ത ഭയമാ. ആ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. ഉമർ തങ്ങൾ കരയുമായിരുന്നു. ഉമർ തങ്ങൾ കരയുമായിരുന്നു. യൂഫ്രട്ടീസ് നദിയുണ്ടല്ലോ, ആ നദിയുടെ ചാരത്തെങ്ങാണം കടിക്കാൻ ഭക്ഷണമില്ലാതെ ഒരു മൃഗമെങ്ങാണം അവിടെ കിടന്നു മരിച്ചുപോയാ അതിനെക്കുറിച്ച് പോലും അല്ലാഹു എന്നോട് നാളെ വിചാരണ ചെയ്യുമെന്ന് പേടിച്ച് ജീവിച്ചിരുന്ന സ്വഹാബിയ. അങ്ങനെ ജീവിച്ചിരുന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമറിന്റെ ഭരണമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് പോലും ആഗ്രഹിച്ചു പോയത്. അതായിരുന്നു സഹോദര ഉമർ തങ്ങളുടെ ഭരണം. അങ്ങനെയായിരുന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ രാത്രി കാലങ്ങളായാൽ അവിടെ നിന്ന് തന്റെ ജനങ്ങളുടെ വിശേഷം തിരക്കി നടക്കുകയാണ്. രൂപം അവിടെ നിന്ന് രൂപം മാറിയിട്ട് തിരിച്ചറിയാതിരിക്കാൻ ഉമർ തങ്ങൾ ഇങ്ങനെ തെരഞ്ഞു നടക്കുമായിരുന്നു. അതുപോലെ ഒരു രാജ്യത്തേക്ക്, ഒരു നാട്ടിലേക്ക് ഒരു ഗവർണറിനെ വിട്ടുകഴിഞ്ഞാൽ അവിടെ ചെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഗവർണറെ കുറിച്ച് നാട്ടുകാരോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ എൻ്റെ പ്രിയമുള്ളവരെ സിറിയ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നുപോയി. അവിടുത്തെ ഗവർണർ ആരാണ്? മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഗവർണറാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൂട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ജനങ്ങളെ മുഴുവനും വിളിച്ചുകൂട്ടി കേട്ട് നാട്ടുകാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗവർണറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സഈദ് ഇബ്നു ആമിറിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല പരാതിയുമുണ്ടോ? എന്ത് പരാതി ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറയുക. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു വല്ലാത്ത സഹാബിയാണ്. ആ സ്വഹാബിയുടെ ജീവിതം വല്ലാത്തതാണ്. മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാണ് ആമിർ റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ ഗവർണറാണ്. നാട്ടുകാരോട് ചോദിച്ചു, എങ്ങനെയാണ് ഭരണം നടത്തുന്നത്? ഉമർ തങ്ങൾ അവിടെ ചെന്നിട്ട് ആ സിറിയയിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനിവിടെ ഒരാളെ ഗവർണറാക്കി നിർത്തിയിട്ടുണ്ട്, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. എന്താണ് നിങ്ങളുടെ ഭരണാധികാരിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി. അന്ന് പിന്നെ പേടിയൊന്നുമില്ല. പറയും ഇസ്ലാമിക ഭരണമാണ്. നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല ഭരണമൊക്കെ തന്നെ, പക്ഷെ ഒരു 4 പോരായ്മയുണ്ട്. ജനങ്ങൾ പറഞ്ഞു കൊടുത്തത് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന് 4 പോരായ്മകളുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു